കൂട്ടുകാരെ, നമുക്കിന്ന് എൻ്റെ ചേച്ചി കുറച്ച് നെല്ലിക്ക വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നെല്ലിക്ക കൊണ്ട് നമുക്ക് എന്തോന്ന് ചെയ്യാമെന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചപ്പോഴാണ് പിള്ളേരല്ലാതെ ഒന്നും കഴിക്കത്തില്ല, അച്ചാറിട്ടാലും കഴിക്കില്ല. അപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം, തേൻ നെല്ലിക്ക ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ വെള്ളം കഴുകണുണ്ട്. കുറേ വെള്ളം കഴുകി എടുത്തിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇനിതാ നെല്ലിക്ക ഞങ്ങൾ അതിനകത്ത് വെള്ളത്തിനകത്ത് കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഡിപ്പ് ചെയ്യാമേ. എന്നിട്ട് ഇതാ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെന്താൽ മതി, ആ വെള്ളം ഒന്ന് തിളച്ച് വരണം, കുറച്ച് വെന്താൽ മതിയേ. എന്നിട്ട് മൂർച്ചയുള്ള ഇതിട്ട് ഓരോ കുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, എങ്കിലേ അതിനകത്ത് മധുരം പിടിക്കുള്ളൂ. നമ്മളിത് 1 മാസത്തേക്ക് വെച്ചേക്കണം. നമ്മൾ ഈ മധുരമൊക്കെ വെച്ചിട്ട് 1 മാസം വെച്ചേക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരാവി അടിച്ചാൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, അത് വേവുകയും ചെയ്യണമുണ്ട്. അപ്പോഴും നല്ല പൊടിച്ച ശർക്കര എൻ്റെ കയ്യിലുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുക. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട്. അതങ്ങ് ഉരുകി അതിൽ പിടിച്ചോളും. ഇത് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. എങ്ങനെയെങ്കിലും പിള്ളേരെ വായിക്കകത്ത് ഇങ്ങനെ എത്തിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം പ്രോട്ടീനും അയണും ഒക്കെ അല്ലേ. എന്തൊക്കെയായിരുന്നാലും ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ അയണിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് നമുക്കിത് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് ചേരട്ടെ. തേൻ നെല്ലിക്ക നല്ല ശുദ്ധമായ തേനിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട്, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ 2 ഏലക്കയും ഗ്രാമ്പും കൂടെ ഒന്ന് ഇതിൻ്റെ മീതെ ചതച്ചിട്ട് കൊടുത്ത് ഒരു മണം ഉണ്ടാവുകയെ. പിന്നെ നമ്മൾ കുപ്പി ഗ്ലാസിൻ്റെ അകത്ത് വേണം ഇത് ഇട്ട് വെക്കാനായിട്ട്. അങ്ങനെ 30 ദിവസത്തേക്ക് ഇത് ഒരുപാട് വർഷം ഇരിക്കുന്ന സാധനമാണ്. 30 ദിവസത്തേക്ക് ഇത് ആ കുപ്പിയിൽ എയർ കയറാതെ തന്നെ അടച്ച് വെക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പോറിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആ മധുരം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിറങ്ങും. പിന്നെ ഇത് വേണമെങ്കിൽ തേനുണ്ടെങ്കിൽ അതും കൂടെ, എല്ലാം പ്യൂറായിട്ടൊന്നും കിട്ടാറില്ല. ഇതിപ്പം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് മക്കളെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിദ്യയാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉള്ള കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ പറഞ്ഞു തരണം. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ. ആയിട്ടുണ്ട്. ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു കുപ്പിയിലാണ് അടച്ചത് സൂക്ഷിക്കേണ്ടത്. 30 ദിവസമെങ്കിലും ഇത് സൂക്ഷിക്കണം, എന്നാലേ ആ ഒരു ഇത് വരുള്ളൂ. ഇതിന് 30 ദിവസം വരെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും നമുക്കൊന്ന് കുപ്പിയിലോട്ട് മാറ്റാമേ. അതായത് ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പിയിലാണ് വയ്ക്കാനുള്ളത്. എൻ്റെ കുപ്പിയില്ലാത്തതുകൊണ്ട് ഞാനിതെടുത്തിട്ട് കാറ്റ് കയറാതെ അടച്ച് വയ്ക്കാം. ഇതങ്ങനെ നമ്മുടെ തേനെല്ലിക്ക ഞാനിതാ തേനിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. തേനല്ല, നമ്മുടെ ശർക്കരപ്പാനിയിൽ. ഇതിനി അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്യണതിൻ്റെ അന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ.